പത്തനംതിട്ട കോട്ടാങ്കൽ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ബി.ജെ.പിക്ക് UDF BJP സ്ഥാനാർത്ഥികൾക്ക് 5 വീതം വോട്ട് ലഭിച്ചതോടെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ SDP-യുടെ വോട്ട് UDF-നായിരുന്നു. ഇതോടെ പ്രസിഡന്റ് KV ശ്രീദേവി രാജിവെക്കുകയും ചെയ്തു. CK അഭിലാൽ ഉണ്ട്. അഭിലാൽ, അങ്ങനെ BJP സ്ഥാനാർത്ഥിക്ക് ജയം വരികയായിരുന്നു. എങ്ങനെയായിരുന്നു ആ പ്രോസസ്സ് നീങ്ങിയത്? വളരെ നേരത്തെ തന്നെ SDPI രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇക്കുറി കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിൽ ഇലക്ഷൻ സമയത്ത്, അതായത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്യും എന്നാണ് അറിയിച്ചിരുന്നത്. SDPIക്ക് അവിടെ 3 പ്രതിനിധികളാണുള്ളത്. ഇടതുപക്ഷത്തിന് ഒരാൾ മാത്രമാണ്. അതേസമയം UDF-നും BJP-ക്കും 5 വീതം പ്രതിനിധികൾ ഉണ്ടായിരുന്നു. രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും 8 വോട്ടുകൾ നേടി KV ശ്രീദേവി ജയിക്കുകയും ചെയ്തു. പക്ഷേ SDP-യുടെ പിന്തുണ എവിടെയും സ്വീകരിക്കില്ല എന്നുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് കാരണം അവർക്ക് രാജിവെക്കേണ്ടി വന്നു. ഇതോടുകൂടി തങ്ങൾ പിന്തുണ നൽകിയാൽ അത് സ്വീകരിക്കുകയില്ല, ചുരുക്കത്തിൽ രാഷ്ട്രീയപരമായി വലിയ അപമാനം നേരിട്ടു എന്ന് SDP നേതൃത്വം വിലയിരുത്തുകയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവർ നയം മാറ്റുന്നു. തുടർന്ന് സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു. അങ്ങനെ മുഹമ്മദ് അനസ് എന്ന ആൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകുകയും മത്സര രംഗത്തേക്ക് വരികയും ചെയ്തു. അതേസമയം ജോസഫാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. KK ഹരികുമാർ BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. UDF-നും BJP-ക്കും 5 വീതം വോട്ടുകൾ ലഭിച്ചു. SDP സ്ഥാനാർത്ഥിക്ക് 3 വോട്ടുകളാണ് കിട്ടിയത്. 2 സ്ഥാനാർത്ഥികൾക്ക് ഒരേ വോട്ട് വന്ന പശ്ചാത്തലത്തിലാണ് നറുക്കെടുപ്പ് വേണ്ടി വന്നത്. ഭാഗ്യം BJP-യെ തുണയ്ക്കുകയായിരുന്നു.